ഹലോ! നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യത്തിൽ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ? അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സുനന്ദയുടെ നിശ്ചയത്തിൻ്റെ അന്ന് അവളുടെ കല്യാണച്ചക്കൻ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മളെ സുധീഷ് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിലും പറയുന്നത് ആളത്ര പോരാ, കാണാൻ അത്ര പോരാ എന്നൊക്കെയാണ് പറയുന്നത്. സുനന്ദയ്ക്ക് അതിനെ നല്ല ചെക്കനെ കിട്ടുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ നിധി ആണെങ്കിലും സുധീഷ് ആണെങ്കിലും അതിൻ്റെ പേരിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാവുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ്റെ പോലത്തെ മനസ്സല്ല നിങ്ങളത്. സുഭാഷ് ചേട്ടൻ നമ്മളെ സുനന്ദയോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്താണ് അങ്ങനെ പറഞ്ഞത്. കുറച്ചും കൂടി നല്ല പയ്യനെ കിട്ടുമായിരുന്നു എന്ന്, അല്ലാതെ നിങ്ങളെപ്പോലെ ചിന്തിച്ചിട്ട് പറഞ്ഞതൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ വിചാരിച്ചേനെ അതിനേക്കാൾ മോശപ്പെട്ട ആളെ കിട്ടട്ടെ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും നല്ല മനസ്സോട് കൂടി തന്നെയാട്ടോ സുഭാഷ് ചേട്ടൻ പറഞ്ഞത്, നല്ല പയ്യനെ കിട്ടുമായിരുന്നു എന്ന്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഭാസ്കരനച്ഛന് പുറത്തേക്കൊന്ന് സൈക്കിൾ എടുത്ത് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ബ്രോക്കറെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ ബ്രോക്കറോട് പറയുന്നുണ്ട്, എൻ്റെ മകന് നല്ലൊരു വിവാഹാലോചന കൊണ്ടുതരാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ എന്ന്. അപ്പം ബ്രോക്കർ പറയുന്നത്, എന്നെ കൊണ്ടല്ലല്ലോ, നിങ്ങളെ കുടുംബത്തിലേക്ക് വരുമ്പോൾ നാട്ടുകാർ ആ വീടിനെ കുറിച്ച് പല മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഒന്നും ശരിയാവാൻ പറ്റാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തോ കാര്യം പറഞ്ഞിട്ട് നമ്മളെ ഭാസ്കരനച്ഛന് നമ്മളെ ബ്രോക്കറെ ഒന്ന് ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രോക്കർ എത്രയും പെട്ടെന്ന് ശരിയാക്കാന്നുള്ള ലെവലിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും സുഭാഷ് ചേട്ടൻ എല്ലാവർക്കും ബിരിയാണി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരെ ബിരിയാണി ഉണ്ടാക്കാൻ സുഭാഷ് ചേട്ടൻ സമ്മതിച്ചില്ല. അവസാനം സുഭാഷ് ചേട്ടൻ തന്നെയാട്ടോ ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ അവരെല്ലാവരും കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ബിരിയാണി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സുധീഷ് ആണെങ്കിൽ വലിഞ്ഞ കോമഡി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട്. പണ്ട് നമ്മളെ സുധീഷിനെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെൺകൊച്ച് നോക്കിയിരുന്നെന്നും സുധീഷ് അത് അവോയ്ഡ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഈ കാര്യം പോയിട്ട് സുഭാഷ് ചേട്ടനോട് പറഞ്ഞ സമയത്ത് സുഭാഷ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു അത്രേ, നമുക്ക് കിട്ടാനുള്ളത് ഒരിക്കലും നമുക്ക് കിട്ടാതിരിക്കില്ല, നമുക്ക് അഥവാ അത് കിട്ടിയില്ലെങ്കിൽ അത് നമുക്കുള്ളതല്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നൊക്കെയാണ് സുഭാഷ് ചേട്ടൻ അന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ ഇപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മൾ നിധിയുടെ മുന്നിൽ ഒന്ന് ആളാവാൻ വേണ്ടിയിട്ടാണ് സുധീഷ് ഇതൊക്കെ പറഞ്ഞു കൂട്ടുന്നത് കേട്ടോ. എന്തായാലും ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും. നിധിയും പറയുന്നുണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റ്, നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുധീഷിൻ്റെ ഓരോ തമാശകളും നിധി ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിധി ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ സുധീഷ് പറയുന്നുണ്ട്, ഹരീഷിനും അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷിനെ പറ്റി ഇങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ ഹരീഷ് ഇങ്ങനെ പിടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമില്ല ഏട്ടത്തിമ്മേന്ന് അങ്ങനെയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവരെല്ലാവരും കൂടി നല്ല സന്തോഷത്തിലിരുന്നിട്ടാട്ടോ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ഓരോ തമാശകളും കളിച്ചിരികളൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട്. എന്തായാലും സുധീഷിൻ്റെ കോമഡി നമ്മളെ നിധി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രണയം അവിടെ നമുക്ക് മുട്ടിട്ട് തുടങ്ങിയോ എന്നൊരു സംശയം. കാരണം സുധീഷ് ഇങ്ങനെ പറയുന്നത് നിധി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. നമ്മളെ സുധീഷ് ആണെങ്കിൽ നിധി ഇങ്ങനെ കണ്ണിട്ട് നോക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പറയുന്നതിന് ഇടയ്ക്ക് വെച്ചിട്ടാട്ടോ നമ്മളെ സുധീഷ് ഇങ്ങനെ നിധിയെ ശ്രദ്ധിക്കുന്നത്. നമ്മളെ സുധീഷിൻ്റെ കണ്ണിലേക്ക് നിധി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് സുധീഷും ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ സുധീഷിനും ആകെ എന്തോ പോലെ കേട്ടോ, തന്നെ ശ്രദ്ധിക്കുന്നു മനസ്സിലായി. അങ്ങനെ അവർ തമ്മിൽ ഇടയ്ക്ക് വെച്ചിട്ട് കണ്ണും കണ്ണൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സീൻ അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ സീരിയൽ തുടങ്ങിയതിന് ശേഷം ഇത്രയായിട്ട് നമ്മളെ സുധീഷ് അങ്ങനെ നോക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടും നമ്മളെ നിധി അങ്ങനെ നോക്കാറൊന്നുമില്ല. നോക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ദേഷ്യത്തോട് കൂടിയിട്ടുള്ള നോട്ടായിരിക്കും. ഇതിപ്പോൾ അവൾക്കും അവനോട് എന്തോ ഒരു പ്രണയം ഉള്ളതുപോലെയാണ് നോക്കുന്നത്. കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു നോട്ടം നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സീന്. അത് ഇടയ്ക്ക് വെച്ചിട്ട് സുധീഷ് കാണുമ്പോഴുള്ള ആ നിധിയുടെ എക്സ്പ്രഷനും സുധീഷിൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. രണ്ടുപേരുടെ കണ്ണിലും ആ ഒരു പ്രണയം നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇത്രയും കാലം നിധിക്കും ഇഷ്ടമുണ്ടായിരിക്കും, അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ പറയുന്ന തമാശയിൽ ലയിച്ച് ചേരാനും എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. എന്തായാലും അവൾക്കും ആ ഒരു ഇഷ്ടം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വൈകാതെ ഇവരുടെ സ്നേഹം പരസ്പരം തുറന്നു പറയുകയും അതുപോലെ തന്നെ നല്ല നല്ലൊരു സീൻസൊക്കെ നമുക്ക് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു അല്ലേ. എന്തായാലും ആ ഒരു അടിപൊളി സീന് ഞാൻ ഇവിടെ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഒന്ന് കണ്ടു നോക്കുക, നല്ല രസമുണ്ട് കാണാൻ അവരുടെ നോട്ടങ്ങളൊക്കെ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ബൈ.